നമസ്കാരം, എല്ലാവർക്കും സോബിൻസ് ഗ്രീൻസ് ടേസ്റ്റ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്രകളും അനുഭവങ്ങളും രുചികളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാറുള്ളത്. ഇപ്പോൾ ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ അനുശാസിക്കുന്ന ഏകീകൃത കുർബാനയെ സംബന്ധിച്ചിട്ട് നടക്കുന്ന ചർച്ചകൾ ആണ് ഇന്ന് നമ്മുടെ വഴിയോര കാഴ്ചകളിൽ നമുക്ക് കാണാനായത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇതിന്റെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പാർട്ടിൽ ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ സിബിച്ചൻ കാര്യകാരണങ്ങളടക്കം ഇതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയാണ്. ഡൽഹി സീറോ മലബാർ അൽമായ കൂട്ടായ്മ സ്ഥാപിതമായിട്ട് ഈ ഡൽഹിയിലെ പ്രവാസികളായ നമ്മൾ കേരളത്തിലെ പല രൂപതകളിൽ നിന്നും വിശ്വാസം പേറി അവിടെ നിന്ന് ഉപജീവന മാർഗത്തിനായി ഡൽഹിയിൽ വന്ന ഇവിടുത്തെ പ്രവാസികളായ നമ്മൾ സീറോ മലബാർ വിശ്വാസം ഇവിടെ രൂപതയായി നമ്മൾ വിശ്വാസം കൈക്കൊണ്ട് ആ രൂപതയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ആ രൂപതയെ കെട്ടിപ്പടുക്കുന്നതിൽ രൂപതയെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിതമായ ഒരു സംഘടനയാണ് സീറോ മലബാർ അൽമായ കൂട്ടായ്മ. സീറോ മലബാർ അൽമായ കൂട്ടായ്മ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് കൂടുവാനുണ്ടായ കാരണം, ഈ കഴിഞ്ഞ 1-2 മാസമായി, സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരു 15 ദിവസമായി ഈ രൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധനാക്രമത്തിൽ യാതൊരു അറിയിപ്പുകളും കിട്ടാതെ കഴിഞ്ഞ 4.5 വർഷത്തോളമായി സ്പെസിഫിക്കലി 2021 നവംബർ 28 ആരംഭിച്ച പരിഷ്കരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന ഇവിടെയുള്ള എല്ലാ പള്ളികളിലും വിശ്വാസികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇത് ഈ നമ്മുടെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് പഠിച്ച് അംഗീകരിച്ച് പരിശുദ്ധ സിംഹാസനത്തിന് അയച്ചു കൊടുത്ത് പരിശുദ്ധ സിംഹാസനത്തിന്റെ പൂർണ്ണ അംഗീകാരത്തോടുകൂടി ഈ ആഗോള സീറോ മലബാർ സഭയിലെ 35 രൂപതകളിലും നടപ്പിലാക്കുവാനായി, ഏകീകൃത രൂപം നടപ്പിലാക്കുവാനായി പിതാവ് പരിശുദ്ധ സിംഹാസനം അറിയിച്ച ഏകീകൃത വിശുദ്ധ കുർബാന, പരിഷ്കരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന നമ്മുടെ രൂപതയിൽ 2021 നവംബർ 28 ആരംഭിക്കേണ്ട കാലഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഇവിടുത്തെ പുരോഹിത ശ്രേഷ്ഠൻ പ്രകടിപ്പിക്കുകയും പ്രാദേശികവാദം ന്യായീകരിച്ചുകൊണ്ടും പ്രാദേശികവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടും എറണാകുളം അങ്കമാലി രൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പുരോഹിത ശ്രേഷ്ഠനും ഈ വിശുദ്ധ കുർബാനയിലേക്ക് വരുവാൻ ആദ്യകാലങ്ങളിൽ വിസമ്മതിക്കുകയുണ്ടായി. സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ ശക്തമായ പ്രതിഷേധത്തിന്റെയും ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഒത്തൊരുമയുടെയും ഫലമായി നമുക്ക് അത് അംഗീകരിച്ചു കിട്ടുകയും ദൈവാനുഗ്രഹത്താൽ 2021 ഡിസംബറിൽ തന്നെ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഏകീകരിച്ച രൂപം ഇവിടെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇവിടെയുള്ള വിശ്വാസ സമൂഹം കേരളത്തിൽ നിന്നും ഉപജീവനത്തിനായി ഇവിടെ വന്ന വിശ്വാസ സമൂഹമാണ്. നമ്മുടെ ജോലിക്കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ 6 ദിവസത്തെ ജോലിയും അധ്വാനവും കഴിഞ്ഞ് 7-ാം ദിവസം കടമുള്ള ദിവസമായ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി നമ്മൾ പള്ളിയിൽ ചെല്ലുന്നു. നമ്മളെല്ലാവരും സീറോ മലബാർ പാരമ്പര്യം അനുകരിച്ചുകൊണ്ടുള്ള ഏകീകരിച്ച വിശുദ്ധ കുർബാന അനുഭവിച്ചു പോകുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 15 ദിവസത്തോളമായി പരിശുദ്ധ സിംഹാസനത്തിന്റെ യാതൊരു അറിയിപ്പുകളും കൂടാതെയോ അതല്ല രൂപതാ ശ്രേഷ്ഠന്റെ എന്തെങ്കിലും സർക്കുലറുകളോ ലഭിക്കാതെ പല പള്ളികളിലും പെട്ടെന്ന് ഒരു ദിവസം ഈ വിശുദ്ധ കുർബാനയിൽ വെള്ളം ചേർക്കുവാൻ ഇവർ കാരണമായി. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായി ലഭിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാന ഒരു ദിവസം പെട്ടെന്ന് നിന്നപ്പോൾ ഇവിടെയുള്ള ശാന്തരായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സീറോ മലബാർ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ രൂപതാധ്യക്ഷനെ സമീപിക്കാൻ ശ്രമിച്ചു.
സിറോ മലബാർ അൽമായ കൂട്ടായ്മയും അതിന്റെ ഭാഗമായി പുരോഹിത സ്റ്റേഷന്റെ സെക്രട്ടറിയായി ബന്ധപ്പെടുകയും ഒരു അപ്പോയിന്റ്മെന്റ് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ രാവിലെ മുതൽ നിരന്തരമായ ശ്രമങ്ങളിൽ നടത്തിയിട്ടും വൈകുന്നേരം രാത്രിയിൽ മെസ്സേജ് വരുന്നു, സെക്രട്ടറിയുടെ പിതാവ് അവൈലബിൾ അല്ല, ഇപ്പോൾ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 5 വർഷത്തെ വിശുദ്ധ കുർബാനയിൽ നിന്നും മാറി ഒരു രൂപം വന്നപ്പോൾ വിശ്വാസ സമൂഹം പുരോഹിതനോട് പറഞ്ഞു, നമുക്ക് ഇതുവരെ 5 വർഷമായി നടന്നുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാന തന്നെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ നിങ്ങളും കണ്ടു കാണും, മയൂർ വിഹാർ ഫേസ് 3 സ്ഥലം മാറി വന്ന പ്രധാനപ്പെട്ട പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്ന രാത്രി 1:30-2 മണി വരെ പിറ്റേ ദിവസം പ്രവൃത്തി ദിനമായിട്ടും അവിടെ രാത്രിയിൽ അവിടെ വിശ്വാസ സമൂഹത്തിലെ സ്ത്രീകളും യുവജനങ്ങളും കുട്ടികളും ആയിട്ടുള്ള വിശ്വാസ സമൂഹം അവിടെ ഇരുന്ന് അവിടെ സ്ഥലം മാറി വന്ന വികാരിച്ചനുമായിട്ട് സംസാരിച്ചപ്പോൾ വികാരിച്ചൻ ചോദിക്കുകയാണ്, ഞാൻ എന്തിന് ബലി അർപ്പിക്കണം? അതിന്റെ അർത്ഥം ഈ പറയുന്ന പുരോഹിതന് പോലും അറിയത്തില്ല എന്തിന് ബലി അർപ്പിക്കണം. എല്ലാ ദിവസവും ഈ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് തക്സ, ഏകീകരിച്ച തക്സ. ഈ തക്സയിൽ നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ തന്നെ ഈ തക്സയിൽ കാണുന്നുണ്ട് എന്തിന് ഒരു വിശ്വാസി കുർബാനയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ എന്തിന് പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കണം. അതിന്റെ ശരിയായ ഉത്തരം തക്സയിൽ ആദ്യമേ പറയുന്നുണ്ട്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൽപ്പന അനുസരിച്ച് നമുക്ക് ഈ കുർബാന ആരംഭിക്കാം. ഈ പറയുന്ന 35ഓളം ഇടവകകൾ വരുന്ന ഈ ഫരീദാബാദ് രൂപതയിൽ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏതെങ്കിലും ഒരു വികാരിയച്ഛൻ എന്നെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഈ പറയുന്ന പുരോഹിതൻ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? ഇതിനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഒരു വെള്ളവും ചേർക്കാൻ അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളും ഒരു കോംപ്രമൈസും വരുത്തുവാൻ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് 4 സുവിശേഷങ്ങളുണ്ട്. വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്ക, വിശുദ്ധ മർക്കോസ്, സാമന്തന സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഈ സുവിശേഷകര് അവരുടെ സുവിശേഷങ്ങളിൽ ഒരു 30-33 അടയാളങ്ങളിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഈ 33-34 ഉപമകൾ എന്നുള്ളത് ചുരുങ്ങി വെറും 4-5 ഉപമകളിലേക്കായിരിക്കുന്നു. ഈ പറയുന്ന സാമന്തന സുവിശേഷകർ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൽ കാണാതായ ഒരു ആടിന്റെ ഉപമയുണ്ട്. കാണാതായ ആടിന്റെ ഉപമയിൽ പറയുന്നത്, നല്ലിടയൻ തനിക്ക് 100 ആടുണ്ടായിരിക്കെ ഒരു ആട് നഷ്ടപ്പെട്ടാൽ 99നെയും വിട്ടിട്ട് ആ ഒന്നിനെ അന്വേഷിച്ചു പോകുന്നു. അതിന്റെ അർത്ഥം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാടിനെയും നഷ്ടപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതേ ദൈവം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പറയുന്നത് വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതി വെക്കുന്നു, ദൈവം തമ്പുരാൻ വിശുദ്ധ കുർബാനയിൽ യാതൊരു കോംപ്രമൈസിനും അനുവദിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന അപ്പം വർദ്ധിപ്പിക്കുന്നു, കടലിന് മീതെ നടക്കുന്നു. അതിനുശേഷം വിശുദ്ധ ദൈവം തമ്പുരാൻ ഈശോ മിശിഹ നമ്മളോട് വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്നു. എന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവൻ ചെയ്യാൻ നിത്യജീവൻ പ്രാപിക്കുന്നു. ഒരു ഐഹികമായ ലോകവും ഐഹികമായ സാമ്രാജ്യവുമാണ് ഈശോ കെട്ടിപ്പടുക്കുന്നതെന്ന് വിചാരിച്ച അവിടെ ഈശോയുടെ കൂടെ കൂടിയിരുന്ന ആളുകൾ പുറപ്പെട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ സ്ത്രീഹന്മാര് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ അവരൊക്കെ പോയല്ലോ, എന്തു ചെയ്യും? അന്ന് ഈശോ 67-ാം വാചകത്തിലൂടെ ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കും? വിശുദ്ധ ലൂക്കാശ്ലീഹ പറയുന്നു, കാണാതായ ആടിന്റെ ഭൂമിയിലൂടെ ഒരു കുഞ്ഞാടിനെ പോലും നഷ്ടപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വിശേഷത്തിൽ യേശു തന്റെ കൂടെ ഉണ്ടായിരുന്ന
ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അനുസരണത്തിന്റെ ബലിയാണ്. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ഒരു പുരോഹിതൻ കർത്താവായി സ്വർഗത്തിൽ അൾത്താരയിൽ സ്വർഗത്തിലേക്ക് ശരീരമുയർത്തി ഇതെന്റെ ശരീരമാകുന്നു പറയുമ്പോൾ അനുസരണത്തിന്റെ ഒരു പാഠവും അനുസരണത്തിന്റെ ഒരു ബലിയുമാണ്. കാരണം ഞാൻ എന്റെ ശരീരം തരുവാൻ തക്കവണ്ണം ഞാൻ അനുസരണപ്പെട്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ ഇത് വാങ്ങി ഇതിൽ നിന്ന് വാങ്ങി നിങ്ങൾ കുടിക്കുവിൻ. രക്തം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും രക്തം മാറിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരണം സംഭവിക്കുന്നു. കാരണം അതിനകത്ത് ഈശോ പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ഞാൻ മരിക്കുവാൻ സന്നദ്ധമാണ്, ഞാൻ മരണത്തോളം കീഴ്വഴങ്ങി, അതെ കുരിശു മരണത്തോളം കീഴ്വഴങ്ങി എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം തമ്പുരാൻ തന്റെ ശരീരവും രക്തവും നൽകി സ്ഥാപിച്ച ഈ പരിശുദ്ധമായ നമ്മുടെ സഭയെ ഈ പറയുന്ന പ്രാദേശികവാദവും അതുപോലെ തന്നെ ചില അവനവന്റേതായ ഈഗോയും മൂലം നശിപ്പിക്കുവാൻ ഒരു വിശ്വാസിയും തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചുകൊണ്ട് 5 വർഷമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാന അതിന്റെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് മുമ്പോട്ടും കിട്ടണം. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പറയുന്ന ഫരീദാബാദ് രൂപതയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്? പ്രത്യേകിച്ച് ഞാൻ മയൂർവിഹാർ അസംഷൻ ചർച്ച് മയൂർവിഹാർ ഫേസ്ത്രിയെ പറ്റി 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 ഈ രൂപത സ്ഥാപിച്ച അന്ന് മുതൽ 1-2 കോവിഡ് വർഷങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലാ വർഷവും ഈ രൂപതയിൽ നടക്കുന്ന ഒരു സംഭവമാണ് സാന്തോം ബൈബിൾ കൺവെൻഷൻ. ഈ പറയുന്ന 2-3 ദിവസത്തെ സാന്തോം ബൈബിൾ കൺവെൻഷനിൽ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ഈ അസംഷൻ ചർച്ച് മയൂർവിഹാർ ഫേസ് 3 ഇടവക വിശ്വാസ സമൂഹം ഒന്നായി നിന്നുകൊണ്ട് ഈ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരാണ്. ഏത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അത്രയ്ക്ക് ശാന്തമായ സ്വഭാവമുള്ള സഭയോടും സഭാവിശ്വാസങ്ങളോടും അടുത്ത് പ്രവർത്തിക്കുന്ന ഈ പറയുന്ന മയൂർവിഹാർ ഫേസ് 3 ഫൊറോന ചർച്ചിൽ ഏകദേശം 350-360 ഫാമിലി ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയുള്ള ഈ ഫാമിലിയിൽ ഇവരെയുള്ള ഈ പറയുന്ന ഈ 360ഓളം വരുന്ന വിശ്വാസ സമൂഹത്തോട് പുതിയ വികാരിച്ചൻ ചോദിക്കാൻ, ഞാൻ എന്തിന് വിശുദ്ധ ബലി അർപ്പിക്കണം? അപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന MST സഭയിൽപ്പെട്ട ഫാദർ എബ്രഹാം ചെമ്പോട്ടിക്കൽ വന്ധ്യവയോധികനായ പുരോഹിതൻ അർപ്പിച്ചിരുന്ന വിശുദ്ധ ബലി അസാധുവാണ്. പിന്നെ നമ്മുടെ പുരോഹിത ശ്രേഷ്ഠൻ പറയുന്ന വേറൊരുതാണ് അൾത്താരവിരി. എന്താണ് അൾത്താരവിരി? ഡൽഹി ബൈബിൾ അപ്പോസ്തോലേറ്റും തലശ്ശേരിയിലുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് ഇവർ 2 പേരും സംയുക്തമായി ഡൽഹിയിൽ ഫരീദാബാദ് അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിന് അൽമായരും സന്യസ്തരുമായ വിശ്വാസ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന ഒരു കോഴ്സാണ് ബാച്ചലർ ഓഫ് തിയോളജി ആൻഡ് മാസ്റ്റർ ഓഫ് തിയോളജി. ബാച്ചലർ ഓഫ് തിയോളജി എന്ന് പറയുന്ന 3 വർഷത്തെ കോഴ്സാണ്, 6 സെമസ്റ്ററാണ്, 8500 രൂപയാണ് ഫീസ്. നമ്മൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നു, പുസ്തകം തരുന്നു. ഈ പറയുന്ന ബാച്ചലർ ഓഫ് തിയോളജിയുടെ 5ാം സെമസ്റ്ററിലെ ഒരു പാഠ്യവിഷയമാണ് ആരാധനാക്രമ ദൈവശാസ്ത്രം, ലിറ്റർജിക്കൽ തിയോളജി. ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠനും അദ്ദേഹത്തിന്റെ PROയും കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു പത്രക്കുറിപ്പ്, ഒരു സർക്കുലർ സർക്കുലർ ഇറക്കിയപ്പോൾ ആ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, മാർത്തോമ കുരിശ് അക്കത്തോലിക്കരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 ജോൺ 23 പിതാവ് ജോൺ 23 മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനം തന്റെ ചാക്രിക ലേഖനത്തിലൂടെ ഇറക്കിയ ഒരു സീറോ മലബാർ സഭയ്ക്ക് സ്പെഷ്യലായി കൊടുത്ത ഒരു നിയമമാണ്, ഒരു ഉപദേശമാണ് അവരുടെ കാപ്പയിൽ മാർത്തോമ ശ്രീവ ആലേഖനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർത്തോമ ശ്രീവ ഈ പറയുന്ന ഈ PROയ്ക്കും ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠനും എന്തുകൊണ്ടാണ് ഇത് വിശുദ്ധമല്ലാത്തത്? ഈ പറയുന്ന ആരാധനാക്രമത്തിലെ 5ാം ചാപ്റ്ററിൽ പറയുന്നു, ഓരോ വിശുദ്ധ കുർബാനയിലെയും ഓരോ ഐച്ഛികങ്ങളെയും ഓരോ വസ്തുക്കളെയും
ഓരോ സ്ഥലങ്ങളെയും ഓരോ പ്രതീകങ്ങളെയും കൂടി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും എന്ന് പറയുന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നു, അൾത്താര ബിരി എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണ്. എന്റെ അറിവിൽ ഒരു വീടുകൾക്കും ഒരു കവാടമില്ലാത്ത വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പിതാവ് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ പുരോഹിത ശ്രേഷ്ഠൻ പറയുന്നത് അൾത്താരബിരി എന്ന് പറയുന്നത് ഒരു പുരോഹിത ശ്രേഷ്ഠന്റെ അധികാരത്തിൽപ്പെട്ടതാണെന്ന്? അല്ല, ഞാൻ ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠനോട് ചോദിക്കുന്നു, ഈ പറയുന്ന അൾത്താരബിരി ഒരു പുരോഹിത ശ്രേഷ്ഠന്റെ അധികാരത്തിൽപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നോ സീറോ മലബാർ സഭയുടെ ലിറ്റർജിക്കൽ കമ്മീഷനിൽ നിന്നോ സീറോ മലബാർ സഭയിലെ സഭ തലവനായ മാർ റാഫേൽ തട്ട് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയിൽ നിന്നോ ഒരു സർക്കുലറോ ഒരു ലിഖിതമോ ഞങ്ങളെ കാണിക്കുക. ഇദ്ദേഹം വാദിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന, നമ്മുടെ തക്സയിലെ സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ സംബന്ധിക്കുന്ന പൊതുനിർദ്ദേശങ്ങൾ 5-ാമത്തെ നിർദ്ദേശം പറയുന്നുണ്ട്, ആഘോഷപൂർവമായ കുർബാനയിലും സാധാരണ കുർബാനയിലും വിരി ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രൂപതാധ്യക്ഷനാണ്. ഇതിന്റെ അർത്ഥം അൾത്താര വിരി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അതിനുള്ള വിവേചനാധികാരവും പുരോഹിത ശ്രേഷ്ഠനുണ്ട് എന്നല്ല. സാധാരണ കുർബാനയിൽ നമുക്ക് വിശുദ്ധ കുർബാന 3 രീതിയിലുണ്ട്. ഒന്ന് സാധാരണ കുർബാന, ഒന്ന് ആഘോഷമായ കുർബാന, ഒന്ന് റാസാ കുർബാന. റാസാ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ തിരുസഭാ ദിനമായ ജൂലൈ 3, അതുപോലെ തന്നെ ഏതെങ്കിലും പള്ളികളിലെ മധ്യസ്ഥരുടെ ഏതെങ്കിലും ഇടവക മധ്യസ്ഥയുടെ തിരുനാളുകളിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതാണ്. അല്ലാതെ റാസാ കുർബാന സാധാരണ ചെയ്യാറില്ല. സാധാരണ ഗതിയിലുള്ളത് നമ്മുടെ ഇടത് ദിവസങ്ങളിലുള്ള സാധാരണ കുർബാനയും ഞായറാഴ്ചയും കടൽ ദിവസങ്ങളിലുമുള്ള ആഘോഷമായ കുർബാനയും. ഈ പറയുന്ന 2 കുർബാനകളിലും, ആഘോഷമായ കുർബാനയിലും സാധാരണ കുർബാനയിലും ആൾത്താരവിരി ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് രൂപതാധ്യക്ഷനിൽ നിക്ഷിപ്തമായ വിവേചനാധികാരം. പക്ഷേ അൾത്താരവിരി ഇസ് എ മസ്റ്റ്. അൾത്താരവിരി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അൾത്താരവിരി ഇല്ലാത്ത പള്ളികളിൽ ഒരിക്കലും റാസകുർബാന ചെല്ലാൻ അധികാരമില്ല. എന്തുകൊണ്ടാണ്? ഈ പുരോഹിത ശ്രേഷ്ഠൻ ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തെ എന്തിനു തെറ്റിദ്ധരിപ്പിക്കുന്നു? അതോടൊപ്പം മാർത്തോമാ കുരിശിനെ പറ്റി ഈ PRO എഴുതിയ വളരെ വിചിത്രമാണെന്ന് തോന്നി. ഒരു അൽമായനായ ഞാൻ, എനിക്കറിയാവുന്ന ദൈവശാസ്ത്രം പോലും ഈ റോമിൽ പോയി പഠിച്ചിട്ടും ഈ പറയുന്ന ഇത്രയും നാളത്തെ പുരോഹിത പഠനത്തിലും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലയോ? മാർത്തോമാ കുരിശ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു, ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമാണ്. ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ലോകമെമ്പാടുമുള്ള ഏതെങ്കിലും ഒരു ദേവാലയങ്ങളിൽ ദേവാലയത്തിന്റെ പുറത്ത് തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശുണ്ടോ? ഒരിടത്തുമില്ല. എല്ലായിടത്തും കുരിശേ ഉള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ വിശുദ്ധ പൗലോസ്ലീഹ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്ന, ഞാൻ പ്രഘോഷിക്കുന്ന ഈശോ ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പ്രഘോഷണവും എന്റെയും നിന്റെയും വിശ്വാസത്തിനും യാതൊരു വിലയുമില്ല. അതാണ് പറഞ്ഞത്. നമ്മള് വിശ്വാസം എന്ന് പറയുന്നത് ഉദ്ധിതനായ ഈശോയിലാണ്. എന്തുകൊണ്ടാണ് ദേവാലയങ്ങളുടെ പുറത്ത്, ദേവാലയങ്ങളുടെ അകത്തല്ല, ദേവാലയങ്ങളുടെ പുറത്ത് വിശുദ്ധ കുരിശിൽ എന്തുകൊണ്ടാണ് രൂപമില്ലാത്തത്? കാരണം നമ്മുടെ ഈശോ മിശിഹ തന്റെ മനുഷ്യാവതാരം ചെയ്ത് പീഡാനുഭവത്തിലൂടെ സഹനങ്ങളിലൂടെ മരിച്ചു, ഉത്ഥാനം ചെയ്തു. മരിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോൺ, ഇറ്റ് ഹാസ് ഡൺ, ഖത്തമോഗ്യ, അത് സംഭവിച്ചു കഴിഞ്ഞു. ഉദ്ധിതനായ ഈശോ, അതാണ് നമ്മൾ ഇന്നും ജീവിക്കുന്ന ഈശോ. അതുകൊണ്ട് മാർത്തോമാ കുരിശിനെ അവഹേളിച്ച് അല്ലെങ്കിൽ മാർത്തോമാ കുരിശിനെ പറ്റി ഇങ്ങനെയുള്ള അബദ്ധ ദൃഷ്ടാന്തങ്ങൾ എഴുതിയ PRO, എനിക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ വെറും സങ്കടമാണ് വരുന്നത്. വെറും സങ്കടമാണ്. കാരണം എന്തുകൊണ്ട്? ഒരു ലേമാൻ, ഒരു അൽമായനെ എന്നെ സംബന്ധിച്ചോളം എന്താണ് ദൈവശാസ്ത്രം? ഇവര് പഠിച്ച ദൈവശാസ്ത്രം ഇത് നോക്കുമ്പോൾ എന്താണ് ദൈവശാസ്ത്രം? പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വെറും 4 ആവശ്യങ്ങളുള്ളൂ. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ആലോചിച്ച് നമ്മുടെ
ആരാധനാക്രമ കമ്മീഷനുമായി പ്ലാൻ ചെയ്ത് വർഷങ്ങളുടെ പ്രാർത്ഥനയിലും ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ ഏകീകരിച്ച വിശുദ്ധ കുർബാന പരിശുദ്ധ സിംഹാസനത്തിൽ അയച്ചുകൊടുത്ത് അവിടുന്ന് അംഗീകാരം നേടിയ പരിശുദ്ധ കുർബാന പൂർണ്ണമായ രീതിയിൽ ഇവിടുത്തെ വിശ്വാസികൾ ലഭ്യമാകുക. കഴിഞ്ഞ 5 വർഷമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന പൂർണ്ണമായ രീതിയിൽ ഇവർ പറയുന്ന സർവാധിപനാം കർത്താവേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമായിട്ട് രൂപതാധ്യക്ഷൻ പറയുന്നത്. ഇതിന്റെ അകത്ത് തക്സയിൽ എഴുതിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തക്സയിൽ എഴുതിയിട്ടില്ല, ശരിയാണ്. എന്താണ് സർവാധിപനാം എന്ന് പറയുന്ന പ്രാർത്ഥന? സർവാധിപനാം എന്ന് പറയുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. നമ്മുടെ ഈശോ മിശിഹായുടെ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന പരിശുദ്ധ ത്രിത്വം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ചടങ്ങിൽ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗം തുറക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കുമ്പിടേണ്ടത്? സ്വർഗത്തിലേക്കോ അതോ അന്തരീക്ഷത്തിലേക്കോ? പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹീബ്രു ഭാഷയിലുള്ള കോഹൻ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് പുരോഹിതൻ എന്ന് പറയുന്ന പദം ഉണ്ടായത്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നവൻ. ഞാൻ നിങ്ങൾക്ക് അഭിമുഖം നിന്നുകൊണ്ട് നിങ്ങളെ നയിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് പോയാലേ നയിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് പുരോഹിതൻ നമ്മുടെ നേരെ നിന്ന് നമ്മളെ നയിക്കാമെന്ന് പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. നമ്മുടെ പരിശുദ്ധമായ ഏകീകരിച്ച വിശുദ്ധ കുർബാന പൂർണ്ണമായ രീതിയിൽ നടപ്പാക്കി കിട്ടുക. നമ്പർ 1, എല്ലാ പള്ളികളിലും അൾത്താരബലി നിർബന്ധമാക്കുക. ഇന്ന് ടെക്നോളജിക്ക് ഒത്തിരി വളർന്നു. റിമോട്ടിൽ സ്വിച്ച് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അൾത്താരബലികൾ വന്നു. പിതാവ് പറയുന്നു അൾത്താരബലി എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്, അസൗകര്യമാണ് അദ്ദേഹത്തിന്. അൾത്താരബലി എല്ലാ പള്ളികളിലും നിർബന്ധമാക്കുക. ഇത് യാതൊരു പ്രാദേശികവാദമല്ല. ഞങ്ങൾക്ക് പ്രാദേശികവാദമേ ഇല്ല. ഞങ്ങൾ എന്തുകൊണ്ട് പ്രാദേശികവാദമാകണം? ഞങ്ങൾ പ്രവാസി രൂപതയാണ്. കേരളത്തിലെ എല്ലാ രൂപതകളിലെയും ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ എങ്ങനെയാണ് പ്രാദേശികവാദമാകുന്നത്? രണ്ടാമത് നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് സർവാധിപനാം എന്ന പ്രാർത്ഥന ഉദ്ഗാന ഗീതം പാടുമ്പോൾ പുരോഹിതൻ എല്ലാ വിശ്വാസ സമൂഹത്തിനൊപ്പം സ്വർഗത്തിലേക്ക് അൾത്താരയിലേക്ക് ദൈവത്തെ വന്ദിക്കുക. 3, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പുരോഹിത ശ്രേഷ്ഠൻ ഉൾപ്പെടെ അതുപോലെ തന്നെ വികാരി ജനറൽ ഉൾപ്പെടെ ഈ പറയുന്ന ഡൽഹി ഫരീദാബാദ് അതിരൂപതയിലെ ഒരു പള്ളികളിലും ഇന്ന് വരെ ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠനോ വികാരി ജനറലോ ശോശാപ്പ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ശോശാപ്പ? അവര് പറയുന്നുണ്ടല്ലോ വിശുദ്ധ കുർബാന ഈ പറയുന്ന തക്സയിൽ എഴുതിയിട്ടില്ലെന്ന്. ശോശാപ്പയെ പറ്റി വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോൾ ശോശാപ്പ ഉപയോഗിക്കണം, എപ്പോൾ ശോശാപ്പ കൊണ്ട് മൂടണം, എപ്പോൾ ശോശാപ്പ മൂടലിൽ നിന്ന് എടുക്കണം, എങ്ങനെ മടക്കി വെക്കണം. ആ മടക്കി വെക്കുന്നതിന്റെ സിമ്പൽ എന്നതാണ്, വിട്ട് മൂടുന്നതിന് സിമ്പലാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠനും വികാരി ജനറാളിനും നമ്മുടെ ഈശോ മിശിഹായുടെ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം നടന്നിട്ടേ ഇല്ലേ? സംസ്കാരം നടക്കാതെയാണ് അവർ ഉദ്ധിതരായത്. ഈ പറയുന്ന ഇങ്ങനെയുള്ള ചില മുട്ടാപ്പോക നയങ്ങൾ. മൂന്നാമത് നമ്മുടെ ആവശ്യം ഞാൻ വീണ്ടും സ്പെസിഫിക് ആയി പറയുന്നു. എവിടെ വിശുദ്ധ കുർബാന നടന്നാലും ആ വിശുദ്ധ കുർബാനയിൽ ശോശാപ്പ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ 3 ആവശ്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ഡൽഹി ഫരീദാബാദ് അതിരൂപതയുടെ എല്ലാ വിശ്വാസ സമൂഹത്തുമല്ല. പിതാവ് പറയുന്നത് ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, ഇവിടുത്തെ പ്രോസേഷൻ ചില വൈദികരോട് പറയും, ഞാനും പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ്, അപ്പൊ പാസ്റ്റർ കൗൺസിലൊക്കെ ചിലപ്പം പറയുന്നത് കേൾക്കാം, അൽമായ കൂട്ടായ്മ എന്ന് പറയുന്നത് ചെറിയൊരു കൂട്ടായ്മയാണ്, അവരെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് പാസ്റ്റർ കൗൺസിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു രൂപതയുടെ പുരോഹിത ശ്രേഷ്ഠനെയും രൂപതാധ്യക്ഷനെയും കുരിയെയും ഉപദേശിക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു കൂട്ടായ്മയാണല്ലോ.
ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ, ഈ കൂട്ടായ്മയുടെ എല്ലാ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവൃത്തികളും നിഷ്പക്ഷമാണോ? 83 പേരുണ്ട് ഇവിടുത്തെ ഈ പറയുന്ന ഫരീദാബാദ് അതിരൂപതയിലെ പാസ്റ്റർ കൗൺസിലിൽ. ഈ 83 പേരോട് കൂടിയിരുന്ന് ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷൻ നടത്തുമ്പോൾ ഒരു കാൻഡിഡേറ്റ്, അപ്പോൾ നമുക്ക് സ്വന്തമായി എഴുന്നേറ്റ് നിന്ന് കാൻഡിഡേറ്റിനെ ഒരാളെ കാൻഡിഡേറ്റിനെ പ്രപ്പോസ് ചെയ്യാം, ഒരാൾ സെക്കൻഡ് ചെയ്യുന്നു. നമ്മൾ കാൻഡിഡേറ്റ്, ഒരു കാൻഡിഡേറ്റിന് 77 വോട്ട് കിട്ടുന്നു, ഒരു കാൻഡിഡേറ്റിന് 6 വോട്ട് കിട്ടും. അതെന്തൊരു വിരോധാഭാസമാണ്? അപ്പോൾ ഈ പറയുന്ന 77 ഇത് പ്രീ പ്ലാൻഡ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ രൂപതയിലെ ഇതേ അതിരൂപതയിലെ പാസ്റ്റർ കൗൺസിലിലെ സെക്രട്ടറിക്ക് 77 വോട്ട് കിട്ടിയെങ്കിൽ ജോയിന്റ് സെക്രട്ടറിക്ക് കിട്ടുന്നത് എത്രയാ? 40 വോട്ടാ. അതെന്തുകൊണ്ടാ? അത് പ്ലാൻഡ് അല്ല. കാരണം അവിടെ അത് വനിതാ വിഭാഗത്തിൽ നിന്നാണ് എടുക്കുന്നത്. വനിതകൾ കുറച്ചുകൂടെ നമ്മൾ പേര് പറയുന്നു, 2-3 വനിതകളുടെ പേര് പറയുന്നു, അവിടെയാണ് കിട്ടുന്നത്. ഞാനിവർ സ്ഥാനാർത്ഥിയായിരുന്നു, എന്റെയും പേര് ഒരാൾ പറഞ്ഞു പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിട്ട്, എനിക്ക് കിട്ടിയത് 6 വോട്ട്. ഇപ്പോഴത്തെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിക്ക് കിട്ടിയത് 77 വോട്ട്. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ സിംഹാസനത്തിന്റെ ഡയറക്റ്റ് നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം അങ്കമാലി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്തു പിതാവിനെ കാല് തല്ലി ഓടിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ആള് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ്. എനിക്കൊരു സംശയം ഇപ്പോഴും ഉണ്ട്. ഞാനൊരു ആരോപണങ്ങളും ഉന്നയിക്കുന്നില്ല. എനിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാനല്ല താല്പര്യം, എനിക്കെന്റെ ആവശ്യങ്ങൾ പറയാൻ താല്പര്യം. പക്ഷേ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏതൊരു അൽമായനും ഏതൊരു സാധാരണ മനുഷ്യനും ചിലപ്പോൾ ഇങ്ങനെയും ചിന്തിച്ചേക്കാം. മുൻ CBCA പ്രസിഡന്റ് ആയിരുന്ന മാർ ആൻഡ്രോസ് താഴത്ത് പിതാവ് ഫെബ്രുവരി മാസം 6-ാം തീയതി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. നമ്മുടെ സഭയിൽ മതമൗലിക ഭീകരവാദികളുടെ ഇടപെടലുണ്ടോ എന്ന് സംശയമുണ്ടോ? അതും ഈ പറയുന്ന ഫെബ്രുവരി മാസമാണ്. നമ്മുടെ ഇവിടെയുള്ള വിശുദ്ധ കുർബാനയുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ്. കൂട്ടി വായിക്കാൻ ചിലപ്പോൾ ചിലർ മെനക്കെട്ടേക്കാം, ഞാൻ പറയുന്നില്ല, പക്ഷേ ചിലർ മെനക്കെട്ടേക്കാം. ആരെങ്കിലും അവരെ കൂട്ടി വായിച്ചാൽ അതിനും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനാൽ ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് എന്റെ കർത്തവ്യം പൂർത്തിയാക്കി ഞാൻ പറയുന്നു, നമ്മുടെ ആവശ്യങ്ങൾ, ന്യായമായ ഈ ആവശ്യങ്ങൾ പ്രാദേശികവാദമെന്നും പറഞ്ഞ് നമ്മളെ തള്ളിവിടാതെ ഇവിടെയുള്ള കേരളത്തിലെ പ്രവാസികളായ ഫരീദാബാദ് അതിരൂപതയുടെ 35ഓളം ഇടവകളിലെ എല്ലാ വിശ്വാസികളുടെയും ആവശ്യമായ പരിഷ്കരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന പൂർണ്ണമായ രീതിയിൽ ഇവിടെ അർപ്പിച്ചു കിട്ടുവാനാണ് നാം ഇവിടെ ഇതിൽ പത്രസമ്മേളനം